നമ്മുടെ ഇരിഞ്ഞാലക്കുടയില് ഒരു KSRTC ബസ് സ്റ്റാൻഡുള്ള കാര്യം കുറെ പേർക്കൊന്നും അറിയില്ല. ഞാനിത് അങ്ങോട്ട് പറയുമ്പോൾ അങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടോ എന്നൊക്കെയാണ് ആൾക്കാർ എനിക്ക് ചോദിക്കാറ്. ആൻഡ് നമ്മുടെ പുതിയ സർക്കാർ ഭരണത്തിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് KSRTCയിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം അമ്പലത്തിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് KSRTC ബസ് സ്റ്റാൻഡ് വരുന്നത്. ഈ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം അമ്പലത്തിന്റെ ബാക്ക് സൈഡ് തൊട്ട് പൂച്ചക്കുളം വരെ ഉള്ളവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇരിഞ്ഞാലക്കുടയുടെ ഭൂപടത്തിലില്ല. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഇല്ല. ഓട്ടോസ് മാത്രമാണ് അവർക്ക് ഈ ഭാഗത്തുള്ളത്. അതായത് ഞങ്ങൾക്കൊക്കെ നമുക്ക് ഇരിഞ്ഞാലക്കുട ടൗണിൽ തന്നെ താമസിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു 60 രൂപ മിനിമം ചാർജ് കൊടുത്താലാണ് നമുക്ക് ഓട്ടോയ്ക്ക് പോകാൻ പറ്റുള്ളൂ. അത് കാരണം കൊണ്ട് ആ ഭാഗത്തുള്ളവരൊക്കെ സ്വയം പര്യാപ്തരാണ്. എല്ലാവരുടെ വീടുകളിലും വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് KSRTCനെ കുറിച്ചാണ്. KSRTC ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തുണ്ടായിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു സർവീസ് മോർണിംഗ് ഇപ്പൊ നമുക്ക് ഗുരുവായൂർ പോകണമെങ്കിൽ 5:30 ഒരു ബസ് ഉണ്ട്, ട്രിവാൻഡ്രം പോകണമെങ്കിൽ ഒരു ബസ് ഉണ്ട്, അങ്ങനെ ഒരു എറണാകുളം പോകണമെങ്കിൽ 1-2 ബസ് ഉണ്ട്. പക്ഷെ അത് രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി തിരിച്ച് ഒരു 8 മണി 7 മണി സമയത്താണ്. അതായത് ഇപ്പോ തൃശ്ശൂരിൽ നിന്ന് ഒരു KSRTC വരികയാണെങ്കിൽ ഇരിഞ്ഞാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഇവര് നേരെ പോവും. KSRTCയിലേക്ക് വരില്ല. അങ്ങനെ വേറെ പരിപാടികളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതിനെ ചൊല്ലി ഒരുപാട് എന്താ പറയാ ആളുകള് നിവേദനം കൊടുക്കാനും ഇപ്പൊ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻസ് അങ്ങനെ കുറെ പേര് ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ യാതൊരുവിധ മാറ്റങ്ങളോ ഒന്നും തന്നെ നമുക്ക് സർവീസുകൾ എക്സ്ട്രായോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. KSRTC ബസ് സ്റ്റാൻഡിൽ അത്യാവശ്യം എന്താ പറയാ ഉല്ലാസയാത്രയ്ക്കൊക്കെ പോയി നല്ലോണം ഫണ്ട് ഉണ്ടാക്കുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. നല്ല ഉഷാറുള്ള കുറെ സ്റ്റാഫുകളുള്ള ഒരു ഡെപ്പോ എന്നാണ് പറയാ, ഡിപ്പോയാണ്. ഇപ്പൊ എല്ലാവരുടെ ഇൻഫോർമേഷൻ ആയിട്ട് ഒരു കാര്യം പറയാം. അതായത് ഇപ്പൊ നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഒരു ബസ് ഉണ്ട്. അത് ആ വഴി പാസ് ചെയ്ത് മതിലകത്തുനിന്ന് എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ വഴി പാസ് ചെയ്ത് പോകുന്ന ഒരു ബസ്സാണ്. ഗുരുവായൂർക്ക് പോകാനുള്ള ഒരു ബസ് ഉണ്ട്, ട്രിവാൻഡ്രത്തേക്ക് ബസ് ഉണ്ട്, കോട്ടയത്തേക്ക് ബസ് ഉണ്ട്. ഇതൊക്കെ മോർണിംഗ് പുലർച്ചെ 5:30, 4:30, 7 മണി 7 മണി 8 മണിക്കുള്ളിൽ ഗ്രാമവണ്ടി അടക്കമുള്ള എല്ലാ വണ്ടികളും അവിടെ നിന്ന് പോകുകയാണ്. ബാംഗ്ലൂർക്ക് 6 മണിക്ക് ഒരു ബസ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് സർവീസ് വരുന്നത്. സോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സൗകര്യം ഉപയോഗിക്കാനുള്ളവർക്ക് ഉപയോഗിക്കാം, നല്ലതാണ്. പക്ഷെ എന്താ പറയാ ആ ഒരു ഭാഗക്കാരുടെ ഒരു പ്രശ്നമാണ്. കാരണം അവർക്ക് എല്ലാവർക്കും എന്താ പറയാ ഇപ്പൊ ബൈക്കിലും കാറിനോ പോകാൻ പറ്റാത്ത സാഹചര്യം ഇല്ലാത്തവർ ഈ ഓട്ടോ പിടിച്ച് കാശ് കളഞ്ഞിട്ട് വേണമല്ലോ പോണേ.